നാലാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആകുന്നതിന് മുമ്പ് ശ്രീനിവാസനുണ്ടായിരുന്ന യഥാർത്ഥ പേര് എന്തായിരുന്നു? എ തങ്കപ്പൻ, ബി സതീശൻ, സി രാജപ്പൻ. തങ്കപ്പൻ സതീശൻ അല്ല, തങ്കപ്പനല്ലടാ നീ പൊന്നപ്പൻ. അല്ലല്ല അതല്ല സതീശൻ അല്ല, രാജപ്പൻ. രാജപ്പൻ തെങ്ങിന്റെ മൂടോ, എന്താ തെങ്ങുമൂടോ, രാജപ്പൻ തെങ്ങുമൂട് അങ്ങനെ എന്തോ ഒരു പേരാണ്. രാജപ്പനാക്കാവുന്ന രാജപ്പൻ, സി രാജപ്പൻ. അങ്ങനെയാണ്. രാജപ്പനെ അല്ല ആണോ? രാജപ്പൻ തെങ്ങുമൂട് അങ്ങനെ എങ്ങോട്ടാണ്. അല്ല, തെങ്ങുമൂടും ഒക്കെ മാറ്റി അങ്ങനെ ഒരു സംഭവം അതിനകത്തുണ്ട്. ഇത് ചോദ്യം ഇത്രയേ ഉള്ളൂ. തങ്കപ്പൻ, സതീശൻ, രാജപ്പൻ. അപ്പൊ സി രായപ്പനെ ഞാൻ എടുത്തിട്ട് സ്വന്തം സ്ഥലം എവിടാണ്? ട്രിവാൻഡ്രം. അപ്പൊ പിന്നെന്താണ് പറയാത്ത രായപ്പണ്ണ എന്ന് പറയാത്ത? രായപ്പണ്ണ. ഓക്കെ, സി രായപ്പണ്ണനെ ഞാൻ എടുത്തിട്ട് പൂട്ടി, അവിടെ ഇരിക്കട്ടെ. അപ്പൊ വീണ്ടും ആരോ ശല്യപ്പെടുത്തുന്നുണ്ട്. അത് എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. അത് അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ അത് പറ്റില്ല എന്ന് പറയുന്നു, അതാ വേണ്ട എന്ന് പറയുന്നു. അങ്ങനെ എന്തോ ഒരു ടെലിപ്പതി പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സാരമില്ല, ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇപ്പം മദ്രാസിലല്ലേ? മദ്രാസിൽ എങ്ങനെയാണ് ബസ്സിലൊക്കെ പോയിട്ടുണ്ടോ? ബസ്സിൽ പോയിട്ടില്ല. കേരളത്തിൽ പോയിട്ടുണ്ടോ? കേരളത്തിൽ പണ്ട് അത്രേ ഉള്ളൂ. സമ്മതിച്ചു, ഞങ്ങളെല്ലാം പണ്ട് തന്നെ. അപ്പം ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? ബസ് നിർത്തണം. ബസ് നിർത്തിയെന്ന് വെച്ചു, ഇരിക്കുകയാണെങ്കിൽ എഴുന്നേൽക്കണം, മണിയടിക്കണം, ബസ് നിർത്തണം. ഇറങ്ങുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അയ്യോ കുസൃതിയാണ്. പ്രായം അതായി പോയില്ലേ? തോന്നിയത്. അയ്യോ ഇറങ്ങുന്നതിന് എന്ത് ചെയ്യണം? ഇറങ്ങുന്നതിന് വളരെ സിമ്പിളാണ്. എനിക്ക് സിമ്പിളാണ് അറിയാത്തത്. ഭയങ്കര സംഭവം. ഷേക്സ്പിയറിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ പറയാം. പറയട്ടെ, നിസ്സാര കാര്യം. ഇത് ബസ്സിൽ കയറിയാലല്ലേ ഇറങ്ങാൻ പറ്റൂ. ബസ്സിൽ കയറണം. നിസ്സാര കാര്യം ചോദിച്ചാ പറയാൻ അറിഞ്ഞൂടാ. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോ എന്നാണ് ചോദിക്കുന്നത്. ബസ്സിൽ നിന്ന് ഇറങ്ങാൻ എന്ത് ചെയ്യണം? ഇറങ്ങാൻ എന്ത് ചെയ്യണം? പക്ഷെ അത് ഒരു കുസൃതിയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഇതൊരു ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള ചോദ്യമാണ്. ആദ്യം ബസ്സിൽ കയറിയാലല്ലേ ഇറങ്ങാൻ പറ്റും. തീർച്ചയായിട്ടും. ഇതൊന്നും അറിഞ്ഞൂടാത്ത ആളാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സി രായപ്പൻ അല്ലേ? രായപ്പണ്ണൻ ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ, യു വൺ 2000 rupees. അതാണല്ലോ ഏതിന്റെയും ഒരു ഏതിന്റെയും ഒരു ഇത്. അത് കേറി പാടാ മക്കളെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെ കഥാപാത്രം ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പേര് എന്ത്? എ അന്ന് പെയ്ത മഴയിൽ, ബി ഇന്ന് പെയ്ത മഴയിൽ, സി വേനൽ മഴയിൽ. ഏതൊരു മഴയാണ്. ഞാൻ കറക്കി കുത്തട്ടെ. ഒരു സിനിമയുടെ പേരൊക്കെ പറയുമ്പോൾ കുറച്ച് വേനൽ മഴ ഡ്രമാറ്റിക് ആയിട്ടൊക്കെ പറയണമെങ്കിൽ അന്ന് പെയ്ത മഴയിൽ. അന്ന് പെയ്ത മഴയിൽ ഞാൻ എടുത്തിട്ട് പൂട്ടണോ അതോ? ഞാൻ പറഞ്ഞില്ലേ കറക്കി കുത്തില്ല. ഇതാണ് എൻ്റെ ഇതിൽ വന്നേക്കുന്നത്. അത് പൂട്ടിക്കോ ചേട്ടാ? പൂട്ടട്ടെ. അപ്പം എ അന്ന് പെയ്ത മഴ ഞാൻ എടുത്തിട്ട് പൂട്ടുന്നു. പൂട്ടി ഇവിടെ വയ്ക്കുന്നു. മഴ ഇഷ്ടമാണ്. മഴ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല തോന്നണം. ഒരു ചാറ്റൽ മഴ പെയ്യുന്നു. അത് ഊട്ടി പോലുള്ള സ്ഥലത്ത്. അടിപൊളി. നല്ല തണുത്ത ഒരു കാറ്റ് വീശുന്നു. അതിൻ്റെ നടുക്കൂടെ നല്ല മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്ന അതിൻ്റെ നടുക്കൂടെ ഏകയായിട്ട്. അതോ ഹസ്ബൻഡൂടെ വേണോ? ഇരിക്കട്ടെ പാവം ഇരുന്നോട്ടെ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല കുളിർ കാറ്റ് വീശുന്നു. അപ്പോൾ ഒരു പാട്ട് ദൂരെ നിന്ന് ഒഴുകി വരുന്നു. ഈറൻ മേഘം പൂവും കൊണ്ട്
പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം മൂളുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ. അപ്പൊ എന്ത് തോന്നുന്നു? ഭർത്താവായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ മഴയത്ത് നനഞ്ഞ് വളരെ എന്താ പറയുക തണുത്ത് വിറച്ച് നിൽക്കുന്ന മഴയത്ത് ഒന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാൻ തോന്നും. അല്ല, ഒരു കാമുകനുമായിട്ട് പോവുകയാണെങ്കിൽ സെയിം ഫീലിംഗ് ഒക്കെ ആയിരിക്കും. സെയിം ഫീലിംഗ്. അപ്പൊ സിനിമയിൽ ഒരു ആക്ടറുമായിട്ടാണെങ്കിലും, സിനിമയിൽ ഒരു ആക്ടറായിട്ടാണെങ്കിൽ ഷൂട്ടിംഗ് ആണെങ്കിൽ ഇതൊക്കെ തന്നെ എന്തോ പ്രശ്നമുണ്ട്. എന്തോ ഒരാൾ അലട്ടുന്നുണ്ട് കേട്ടോ. ഒരാൾ അലട്ടുന്നില്ല. എന്റെ ഭഗവാൻ, എനിക്ക് അടുത്ത എപ്പിസോഡില് നാളെ രാത്രി 8 മണിക്ക് ഞാൻ ഇത് പൊളിക്കും, ഉറപ്പാണ്. അന്ന് പെയ്ത മഴയിൽ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 10,000 രൂപ സമ്മാനമായി ഇതാ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.